ഹായ് ഗായ്സ്, അങ്ങനെ ആട് 3 അല്ലെ, നമ്മുടെ 2026 ഏറ്റവും ആദ്യത്തെ ഒരു മെയിൻ റിലീസാണ് ആട് 3. നമ്മുടെ ഷാജി പാപ്പൻ എന്ത് പേര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഷാജി പാപ്പനാണെങ്കിലും നമ്മുടെ അബു ആണെങ്കിലും പലർക്കും പലതാ ഫേവറേറ്റ് വരുന്നത്. ഇപ്പൊ ഡ്യൂഡ് ആയിക്കോട്ടെ, സർബത്ത് ഷമീർ ആയിക്കോട്ടെ, ആരാണ് ഫേവറേറ്റ് എന്നുള്ളത് പറയാൻ വേണ്ടി നമുക്ക് പറ്റൂല. എനിവേ, എല്ലാവരുടെയും പേര് പറയാനൊന്നും പറ്റൂല. അപ്പോ നമ്മുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ നമ്മൾ ഒഫീഷ്യലായിട്ട് കാണാൻ വേണ്ടി പോവാണ്. ആട് 1 സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ. കാരണം ആ പടം കട്ട ഫ്ലോപ്പ് ആയിരുന്നു. അന്ന് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് ആട്. ഞാൻ കണ്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എത്ര അറിയുമെന്ന് എനിക്ക് അറിയില്ല. ആട് 1 രോഹിത് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. അപ്പൊ അവൻ, ഞങ്ങൾ തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഇല്ല. അന്ന് ഞാനും ഈ രോഹിത് എന്ന് പറഞ്ഞ ആളൊക്കെ ഒരു ഗ്രൂപ്പിലുണ്ട്, ഒരു സിനിമയുടെ ഗ്രൂപ്പിലുണ്ട് ഞങ്ങള്. അപ്പൊ ഈ സിനിമ, അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലെ രോഹിത് അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളല്ലേ. അപ്പൊ പോയി ചെറുപ്പമല്ലോ, തീരെ ചെറുപ്പമൊന്നും. അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് ആട് 1. അത് ഫ്ലോപ്പ് ആയിരുന്നു, പക്ഷെ പിന്നീട് ഹിറ്റായി. ആട് 2 ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാണ്. എന്തായാലും ആട് 3 ഒബ്വിയസ്ലി നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണും. അപ്പൊ നമ്മുടെ ഷാജി പാപ്പന്റെയും ടീമിന്റെയും ആട് 3 ട്രെയിലർ കണ്ടു നോക്കാം. ആടില്ല, ഭാഗ്യം. ആടില്ലല്ലോ യൂട്യൂബിൽ. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാണ് ഇതേ 2 കാലഘട്ടമാണ്. പണ്ടത്തെ പോലെ നമ്മൾ കണ്ട ആട് മാത്രമല്ല, ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ട് കൂടി ഇതിനകത്ത് വെക്കുന്നുണ്ട്. കണ്ടോ, പഴയ കാലഘട്ടം കൂടെ വെക്കുന്നുണ്ട്. ടൈം ട്രാവൽ ചെയ്തവര് പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അന്വേഷിച്ച് പല ദുഷ്ടശക്തികളും അല്ല, അവര് പോവല്ല, അവരുടെ ഏതൊരു പാസുകൾ കാണിക്കുന്നതായിരിക്കും. നമുക്ക് അറിയില്ല എന്താ സംഭവം. ഭയങ്കര വലിയ റേഞ്ച് ആയിട്ടോ. നോക്കി സെറ്റൊക്കെ നോക്കി, ബാഹുബലി. അതാ പറഞ്ഞ ഭയങ്കര രാജാവാണ്. പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കുക. നമുക്ക് ഓരോ സ്കെയില് ഭയങ്കരമായിട്ട് വലുതായി പടത്തിന്റെ. ആദ്യം കാണാൻ പറ്റും, നമ്മൾ ഓർക്കും സീരിയസ്, ഭയങ്കര സീരിയസ് ആണെന്ന് ഓർക്കും. പക്ഷെ എല്ലാരും ഉണ്ട് കേട്ടോ, പാസിൽ തന്നെ എല്ലാരും ഉണ്ട്. ക്യാപ്റ്റൻ ക്ലീറ്റർ കമ്മട്ടുണ്ട്, അതിന്റെ ബാക്കിയാണ്. ഇപ്പൊ എല്ലാരും ആയല്ലോ, ഡ്യൂഡായി. മണിയാശ ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. എല്ലാരും ജസ്റ്റ് പരിചയപ്പെടുത്തി പോവാട്ടോ. അങ്ങനെയാണ് എല്ലാരും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. എന്താണ് വരുന്നത്? നമ്മുടെ പുള്ളി തിരിച്ചു വന്നല്ലോ, ഷാജിപ്പാപ്പന്റെ ചേട്ടൻ വന്നല്ലോ. ഇതാണ് ആൾക്കാർക്ക് മെയിനായിട്ട് വേണ്ടത്. ചുമ്മാ ആൾക്കാർക്ക് ഈ രാജാപ്പാപ്പനോട് താല്പര്യം കാണത്തില്ല. ഷാജിപ്പാപ്പനെയാണ് എല്ലാവരും. ഷാജിപ്പാപ്പനൊക്കെ അത് കണ്ടോ, ഷാജിപ്പാപ്പന്റെ മ്യൂസിക് വന്നു, ഡ്യൂഡിന്റെ മ്യൂസിക് വന്നു. എല്ലാരും ഇപ്പൊ അബുവിന്റെ മ്യൂസിക് വന്ന്, ഹൈ റേഞ്ച് മ്യൂസിക് വന്ന്, ഷമീറിന്റെ മ്യൂസിക് വന്ന്, എല്ലാവരും ആയി കേട്ടോ. ഷാൻ റഹ്മാനാണ് അന്ന് ഇതിന്റെ എല്ലാവരുടെയും സെപ്പറേറ്റ് മ്യൂസിക് ഇട്ടത്. മുന്നിൽ മുണ്ട്, പുതിയ മുണ്ടിറക്കി അല്ലേ? വൈഫ് തന്നെ. സെറ്റ്. വൺ ലാസ്റ്റ് റൈഡ്. ഇത് പാർട്ട് 1 ആണ്. ആട് 3 പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിലെന്തായാലും ബാക്കി പാട്ട് ഉണ്ടാവും. ആട് 3 പാർട്ട് 1 ആയത്. അതെ. ഇപ്പൊ സെക്കൻഡ് രണ്ട് കളറുള്ള മുണ്ടാണ്. ഇതിനകത്ത് ഇപ്പൊ ഇത്തിരിയുടെ സ്ട്രൈപ്സ് ഉള്ള മുണ്ടാണ്. സംഭവത്തിനെ കൊള്ളാം, കാണുമ്പോ ഭയങ്കര ഓളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്തെ സ്കെയില് വലുതായി പടത്തിന്റെ. നമ്മൾ ട്രെയിലർ കാണുമ്പോ സ്കെയില് വലുതായി, പക്ഷെ ഫൺ എലമെന്റ് കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും. മേ ബി തിയേറ്ററിൽ കാണാം. ഇപ്പൊ എല്ലാം ജസ്റ്റ് ഒരു എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്ന ഒരു പരിപാടി ആയിരിക്കാം. ബട്ട് സംഭവം കൊള്ളാം. അതായത് എനിക്ക് ഫീൽ ചെയ്ത സംഭവം ഞാൻ പറയാം, അതായത് സ്കെയില് ഭയങ്കരമായിട്ട് വലുതായി. ആട് 1 നിന്ന് 2 വന്നപ്പോഴത്തേക്കും 2 സ്കെയിൽ വലുതായിരുന്നു. ഈ 2 3 വന്നപ്പോഴത്തേക്കും
ആടില്ല ആടെന്തേ അല്ല ആടിനെ എല്ലാരെയും ഷാജി പാപ്പൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതെ, വീട്ടിൽ അതിന് പിള്ളേരുണ്ടായി അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആയിരിക്കും എന്തെങ്കിലും സംഭവം വരുമായിരിക്കും. മെയിൻ അതാണല്ലോ. അല്ല പിന്നെ ഈ ആട് 1 കഴിഞ്ഞ് 2 വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞ ആടിന്റെ പരിപാടി പ്രയോറിറ്റി കുറഞ്ഞു. പിന്നെ ഷാജി പാപ്പലിനും ടീമിലേക്കുമാണ് ഫോക്കസ് പോയത്. ശരിയാണ്. ഒബിയസ്ലി ആട് 3 വരുമ്പോഴും ആടല്ലല്ലോ ട്രെൻഡ്, പേര് ആടെന്നാണെങ്കിലും സംഭവം ഇതിന്റെ ഒരു ആധാര ബിന്ദു എന്ന് പറയുന്നത് ഷാജി പാപ്പനാണ്. ഷാജി പാപ്പനെയും പിള്ളേരെയും ഫോക്കസ് ചെയ്തിട്ടാണ്. കാരണം എനിക്കൊന്ന് ജയസൂര്യയുടെ കരിയറിൽ ഇത്രയും ഫാൻ ബേസ് ഉള്ള കഥാപാത്രം ഇനി ഉണ്ടാവുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ബാക്കി ഏത് ജയസൂര്യയുടെ കഥാപാത്രം അഭിനയിച്ച എല്ലാ സിനിമകളുടെ കഥാപാത്രത്തെ എടുത്തിട്ട് താസി വെച്ചാലും ഇപ്പോഴത്തെ ഷാജി പാപ്പൻ എന്ന് കഴിഞ്ഞാൽ ഷാജി പാപ്പന്റെ തട്ട് താണു തന്നെ ഇരിക്കും. കാരണം ഷാജി പാപ്പൻ അമ്മാതിരി ഫാൻ ബേസ് ആണ്. എന്തായാലും പടം ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയിരുന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും അപാരോളമായിരിക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട. അതായത് വേറെ ഒന്നും വേണ്ട, ഇവരുടെ ആ ഒരു ഇൻട്രോ മ്യൂസിക്കും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സംഭവം കളറാണ്. ആട് 3 പാർട്ട് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒബിയസ്ലി ആട് 3 പാർട്ട് 2 ഇനി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇതെനിക്ക് തോന്നി ആട് 1, 2, 3, 4, 5, 6 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഷാജി പാപ്പന്റെ ഇവരെല്ലാരും മണ്ടന്മാരായതുകൊണ്ട്, കാരണം ഷാജി പാപ്പന്റെ സിനിമയിൽ എല്ലാവരും മണ്ടന്മാരാണല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് എത്ര കഥ വേണമെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു അവിടുന്ന് തുടങ്ങുന്ന പടം, അതായത് പടം 3 തീരുന്ന അടുത്ത് ആ ഡോളർ കുറെ കിട്ടിയല്ലോ 2 അവിടുന്ന് ആയിരിക്കും ഇത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്ത് ഇവരെങ്ങനെ ഈ ഒരു പാസ്റ്റിലേക്ക് പോകുന്നു, പാസ്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. അതൊക്കെ എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പോൾ ആട് 3 വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും.